സ്വർഗ്ഗാവകാശികളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്, وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ تَجْرِي مِن تَحْتِهِمُ الْأَنْهَارُ. സ്വർഗ്ഗാവകാശികളായ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല പക എന്ന് പറയുന്ന, വെറുപ്പ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്വഭാവത്തെ അല്ലാഹു എടുത്തു മാറ്റുന്നു എന്ന്. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുടെ ഹൃദയത്തിലും വെറുപ്പുണ്ടാവൂല, ഗിൽ എന്ന് പറയുന്ന ആ ദുസ്വഭാവം ഉണ്ടാവൂല എന്നാണ്. ആ ദുസ്വഭാവം ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ എത്തൂല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ദുസ്വഭാവം നാം ഊരിയെടുക്കുകയാണ്. എന്നിട്ട് നാം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ സ്വർഗം നൽകിയ നീ, നിനക്ക് ഞങ്ങൾ സർവസ്തുതിയും നൽകുകയാണ് റബ്ബേ. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും സന്മാർഗികളിൽ പെട്ടുപോകുമായിരുന്നില്ല. നീ നന്നാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നന്നായത്. നീ നന്നാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നന്നായത്. നീ ഞങ്ങളെ നന്നാക്കിയിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമായിരുന്നു എന്ന് സ്വർഗാവകാശികൾ പറയുമെന്നാണ്. അപ്പൊ സ്വർഗാവകാശികളുടെ പ്രത്യേകത അവരുടെ ഹൃദയവിശാലതയാണ്. ആ ഒരു ഹൃദയവിശാലതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റമളാൻ, നമ്മുടെ നോമ്പ്, നമ്മുടെ അമലുകൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുള്ളൂ. പരിശുദ്ധമായ ബറാഅത്തിന്റെ രാത്രി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽബ് ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലുണ്ടാകുന്ന രോമം കണക്കെ ആളുകളുടെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമ്പോ ചില ആളുകളുടെ അമലുകൾ അല്ലാഹു മൈൻഡ് ചെയ്യൂല. അതിൽപ്പെട്ട ഒരാളാണ് പിണങ്ങി നിൽക്കുന്നവൻ, മുഷാഹിൻ. മറ്റൊരാളാണ് ഖാതിഉർ റഹീം, കുടുംബബന്ധം മാറി നിൽക്കുന്നവർ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, തെറ്റി നിൽക്കുന്നവർ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ, ഭാര്യ മക്കളോട് മോശമായി പെരുമാറുന്നവർ. ഈ ആളുകളൊക്കെ ഒരു അമലും സ്വീകരിക്കപ്പെടാതെ അമലുകൾ അല്ലാഹു വലിച്ചെറിയുന്ന വിഭാഗത്തിലാണ്. മഹാന്മാരായ സ്വഹാബാക്കൾക്കൊക്കെ പേടിയായിരുന്നു എന്നാണ്. റമളാൻ ആകുമ്പോഴേക്കും മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന പേടി. അങ്ങനെ ഒരു വെറുപ്പുള്ള സമയത്ത് റമളാൻ വരല്ലേ എന്നവർ കൊതിച്ചിരുന്നു എന്നാണ്. ഇനി റമളാൻ ആയാൽ അവര് വെറുപ്പൊക്കെ മാറ്റി ഹൃദയ ശുദ്ധിയോടുകൂടി ജീവിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. അതുകൊണ്ട് റമളാനിലെ 2, 3, 4 ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ റമളാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത ഹൃദയശുദ്ധിയാണ്. വെറുപ്പില്ലാത്ത ഹൃദയം, പകയില്ലാത്ത ഹൃദയം, മനുഷ്യരോടും മൃഗങ്ങളോടും കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തോടുകൂടി പെരുമാറി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ 10 അല്ലാഹുവിന്റെ കാരുണ്യം ചോദിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാഹ്. കാരുണ്യം ചോദിക്കേണ്ട 10ആണിത്. കാരുണ്യം ചോദിക്കുകയും വേണം, കാരുണ്യം ചെയ്യുകയും വേണം. യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇർഹമു മൻ ഫിൽ അർളി. ഭൂമിയിലുള്ളത് ആരാവാം? മനുഷ്യരാവാം, മൃഗങ്ങളാവാം, ആരുമാവാം. അവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ അല്ലാഹു നിങ്ങളോടും കാരുണ്യം ചെയ്യും. അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ. അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ റഹ്മത്ത് വിശാലമാണ്. വറഹ്മതി, എന്റെ കാരുണ്യം ലോകത്ത് വ്യാപിച്ചു കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ
ഉമ്മ മക്കളോട് ചെയ്യുന്ന കാരുണ്യം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ എന്നാണ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും ഉൾക്കൊള്ളണമെന്നാണ്. അല്ലാഹുവിന്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത റഹീം, അല്ലാഹു കാരുണ്യവാനാണ് എന്നുള്ളതാണ്. അർ റഹ്മാൻ അർ റഹീം, അല്ലാഹു കാരുണ്യവാനാണ്. നന്മ ചെയ്തവനും കാരുണ്യം ചെയ്യും, തിന്മ ചെയ്തവനും അല്ലാഹു കാരുണ്യം ചെയ്യും. അല്ലാഹുവിനോട് നന്ദി കാണിച്ചവനും കാരുണ്യം ചെയ്യും, നന്ദി കേട് കാണിച്ചവനും അല്ലാഹു കാരുണ്യം ചെയ്യും. നമ്മളും അതുപോലെയാവാൻ ശ്രമിക്കണം. ഇങ്ങോട്ട് നന്ദി ചെയ്തവർക്ക് മാത്രം കാരുണ്യം കാണിക്കരുത്, നന്ദി കേട് കാണിച്ചവർക്കും കാരുണ്യം ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുക. നമ്മെ തകർക്കാനും പരാജയപ്പെടുത്താനും എത്രയോ ആളുകൾ ശ്രമിക്കുന്നുണ്ടാകും. നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകും. കുടുംബത്തില്, അയൽപക്കങ്ങളില്, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നമ്മുടെ ശത്രുക്കളായി, നമ്മൾ അറിയാതെ നമ്മുടെ ശത്രുക്കളായവർ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ ചിരിക്കും, നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും. പക്ഷേ നമ്മുടെ മറയത്തെത്തിയാൽ നമ്മുടെ ഒരു ശത്രുവിനെ പോലെ പെരുമാറി നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിന് പകരം അവർക്കും കാരുണ്യം ചെയ്യാനുള്ള ആ വിശാല മനസ്കതയാണ് മുസ്ലിമെ നമ്മൾക്കുണ്ടാവേണ്ടത്. അല്ലാഹു ആ ഒരു ഹൃദയ വിശാലത നമ്മൾക്ക് നൽകട്ടെ. അങ്ങനെ ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ സഞ്ചരിക്കും, നമ്മുടെ കൂടെ യാത്ര ചെയ്യും, ഭക്ഷണം കഴിക്കും, ചിരിക്കും, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും, മുസാഫഹത്ത് ചെയ്യും. നമ്മുടെ കണ്ണിന്റെ മറയത്തെത്തിയാൽ നമ്മൾക്കെതിരെയുള്ള കരുക്കൾ നിൽക്കുന്ന ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അത്തരം സ്വഭാവക്കാരായ ആളുകളോട് പറയാണ്, ദയവ് ചെയ്തത് നിർത്തണം. മുഖം നോക്കി ന്യൂനതകൾ പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. നമ്മുടെ ന്യൂനതകൾ നമ്മളോടല്ലേ പറയേണ്ടത്? എന്റെ ന്യൂനത എന്നോട് പറയണം, എങ്കിലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. എന്റെ ന്യൂനത നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നന്നാവും, ഞാൻ അങ്ങനെ തെറ്റുകൾ തിരുത്തും. നിങ്ങളുടെ ന്യൂനതകൾ എന്നോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നന്നാവും, നിങ്ങളങ്ങനെ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തും. തെറ്റുകൾ കാണുമ്പോ തന്റെ ഇടത്തോടെ മുഖം നോക്കി തിരുത്താനുള്ള ആർജവം കാണിക്കുന്നതിന് പകരം കൂടെ നിന്ന് ചെവി കടിക്കുന്ന ദുസ്വഭാവം നമ്മളിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവരുത്. അങ്ങനെ ഒരു ഡബിൾ ഗെയിമിന്റെ ആളുകളായി നമ്മൾ ആരും മാറരുത്. അത്തരം സ്വഭാവം നമ്മൾ മാറ്റി നിർത്തണം. മുഖം നോക്കി പറയണം. സ്നേഹവും ദേഷ്യവും ഒക്കെ മുഖം നോക്കി പ്രകടിപ്പിക്കാനുള്ള കെൽപ്പ് നമ്മൾക്കുണ്ടാവണം. മുഖം നോക്കി സ്നേഹം പ്രകടിപ്പിച്ച് ദൂരെ നിന്ന് നമ്മൾക്കെതിരെ തിരിയുന്ന ഒരു സ്വഭാവക്കാരായി മാറരുത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും കാരുണ്യം ചെയ്യണം. ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും വലിയ സൂഫി വര്യന്മാരോടാണ് എന്ന്. പക്ഷെ ഞാൻ പറയും ചാരിറ്റി, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സോഷ്യൽ വർക്ക് ചെയ്യുന്ന, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ തസ്ബീഹമാല കയ്യിൽ പിടിച്ച്, ജപമാല കയ്യിൽ പിടിച്ച് ഏതെങ്കിലും പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ ചർച്ചുകളുടെയോ മുക്കുമൂലകളിൽ ഇരുന്നു കൊണ്ട് 24 മണിക്കൂറും സുജൂദിൽ കിടക്കുന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ആളുകളോടല്ല. പുറത്തിറങ്ങി ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വീടാന്തരം കയറി കണ്ണീര് കുടിക്കുന്നവരുടെ കണ്ണീരൊപ്പണം, പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി അകറ്റണം, വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം നൽകണം, കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം, രോഗികളായ ആളുകളെ കൈകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചികിത്സിക്കണം, സഹായിക്കണം. ഇത്തരം ആളുകളെയാണ് പള്ളിയുടെ മെഹ്റാബുകളിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കണ്ണുനീർ വാർക്കുന്നവരെക്കാളും അല്ലാഹുവിന് ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക.
അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പേ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റുകൊണ്ട് 2 റക്അത്ത് സുജൂദ് നിസ്കരിക്കലല്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. പ്രയാസം അനുഭവിക്കുന്നവന്റെ സമീപത്ത് നിന്ന് അവന്റെ സമീപത്ത് പോയി അവന്റെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയുന്നത്, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നത്, അവന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ കാരണത്താൽ മറ്റൊരാൾക്കൊരു സന്തോഷമുണ്ടായാൽ അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? പലരും ഇത്തരം സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ്. കാരണം എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, ദിക്ർ ചൊല്ലാൻ സമയം കിട്ടൂല, വായനക്ക് സമയം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. വായന വേണം, ഖുർആൻ പാരായണം വേണം, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, തസ്ബീഹ് വേണം, സ്വലാത്ത് വേണം. അതിനിടയിൽ ഒരല്പസമയം ചാരിറ്റിക്ക് വേണ്ടി, സാമൂഹിക സേവനത്തിന് വേണ്ടി, പാലിയേഷൻ സാന്ത്വനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ മാറ്റിവെക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരല്പസമയം മാറ്റിവെച്ചാൽ മതി. അതുകൊണ്ടുള്ള നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ, ഒരു രോഗിയെ സഹായിക്കുമ്പോൾ അതുപോലെയുള്ള രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഒരു രോഗിക്ക് മരുന്ന് വാങ്ങിക്കാനോ ഒരു രോഗിയെ ചികിത്സിക്കാനോ നമ്മൾ സഹായിച്ചാൽ അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഒരു പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പകറ്റിയാൽ മരണം വരെ പട്ടിണിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഇതൊക്കെ നമ്മൾ ചെയ്താലുള്ള നേട്ടങ്ങൾ ഇതാണ്. നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സഹായിക്കുന്നുണ്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരാതെ അള്ളാഹു നമ്മെ സലാമത്താക്കും. അതുകൊണ്ട് എത്ര വലിയ മുതലാളിയാണെങ്കിലും, ഉസ്താദുമാരായാലും ആലിമീങ്ങളായാലും സാമൂഹിക സേവനം നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റഹ്മത്താണ് വിഷയം, കാരുണ്യമാണ് വിഷയം. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരാവുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് പഠിപ്പിക്കുകയുണ്ടായി, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്നഹ. നിങ്ങളിൽപ്പെട്ട ഒരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങൾ ഒരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. സ്വാഭാവികമായി മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അത്ഭുതം തോന്നും. നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയിൽ, സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ, വഅത്ഇമു ത്വആം നിങ്ങൾ ഭക്ഷണം നൽകിയാൽ, വഅഫ്ശു സലാം നിങ്ങൾ സലാം പറഞ്ഞാൽ, വസുലുൽ അർഹാം നിങ്ങൾ കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു തആല വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗം നൽകുമെന്നുള്ള ഹദീസ് പഠിപ്പിച്ചത് ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തദ്ഖുലുൽ ജന്ന ബിസലാം, വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ കടക്കാമെന്നാണ് പറഞ്ഞത്. അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളും നാളെ സ്വർഗ്ഗത്തിൽ എത്തൂലേ എന്ന് ചോദിച്ചു. നബിയെ നിങ്ങളും നാളെ സ്വർഗ്ഗത്തിൽ എത്തൂലേ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ, ഞാനും നാളെ എന്റെ അമല് കൊണ്ട് സ്വർഗ്ഗത്തിലെത്തൂല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹുവിന്റെ ഫദ്ലും അല്ലാഹുവിന്റെ കാരുണ്യവും ഇല്ലാതെ ഞാനും നാളെ സ്വർഗ്ഗത്തിലെത്തൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ്, അല്ലാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. ആ കാരുണ്യം ലഭിക്കാനാണ് ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി പള്ളിയിൽ ഇരുന്നതല്ല, ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക സേവനങ്ങൾ ചെയ്തവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അല്ലാഹുവിന്റെ ഹബീബ്
ഊണും ഉറക്കുമില്ലാതെ അവർക്ക് വേണ്ടി നടന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നബിതങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളാരും മരണത്തെ കൊതിക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കരുത്. SSLC +2 എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വായിക്കാനിടയായി. SSLCയുടെ പരാജയം കൊണ്ട് ജീവിതം തീർന്നു പോയോ? ഹയർ സെക്കൻഡറിയിൽ പരാജയപ്പെട്ട ജീവിതം തീർന്നു പോയോ? ഇന്ന് ലോകത്തുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചു നോക്ക്. അവരൊക്കെ SSLCയിലും +2 ഫുൾ A+ വാങ്ങിച്ചവരാണോ അല്ലേ എന്ന്. അതിലൊന്നും ഒന്നുമില്ല. നമ്മൾ വിജയിക്കുന്നു. 100 പേര് എക്സാം എഴുതിയാൽ 98.5 ആളുകളും പരീക്ഷയിൽ പാസ്സാവുന്നുണ്ട്. മനസ്സിലായോ? 100 ആള് പരീക്ഷ എഴുതിയാൽ 98.5 ആളുകളും, അഥവാ 1.5 ആളാണ് തോൽക്കുന്നത്, ബാക്കി 98 ആളും വിജയിക്കുന്നുണ്ട്. 100-ൽ ഒരാളാ തോൽക്കുന്നത്, ബാക്കി എല്ലാവരും വിജയിക്കുന്നുണ്ട്. ഈ പരീക്ഷയിൽ തോറ്റുപോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ A+ കിട്ടാത്തതിൻ്റെ പേരിലൊന്നും ജീവിതം അവസാനിപ്പിക്കരുത്. ജീവിതം തുടങ്ങുന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൂടെ? അത് വലിയൊരു സംഭവമായി രക്ഷിതാക്കൾ കാണുകയും ചെയ്യരുത്. SSLC എന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും പറയണ്ട, കുട്ടികൾക്ക് കളിയില്ല, കല്യാണമില്ല, ഒന്നുമില്ല. പിന്നെ 1 വർഷക്കാലം ടൈറ്റ് നമ്മുടെ മിലിറ്ററി പട്ടാള രീതിയിലുള്ള പരിശീലനമാണ് SSLCക്കും ഹയർ സെക്കൻഡറിക്കൊക്കെ വേണ്ടി നൽകുന്നത്. അതൊക്കെ അവർ റിലാക്സ് കൊടുത്ത് അവർ പഠിച്ചോളൂ, അതൊന്നും വലിയ വിഷയമല്ല. അതിന് വെറുതെ കുറെ ട്യൂഷനൊക്കെ കൊടുത്ത് ആകെ കുട്ടികളെ സ്ട്രെസ് ഏൽപ്പിക്കരുത്. കുട്ടികളുടെ ആ വളർച്ചയെ അത് മുരടിപ്പിക്കരുത്, അത്തരം ട്രെയിനിങ് ഒക്കെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി 9ാം ക്ലാസ് എങ്ങനെയാണോ അതുപോലെ 10ാം ക്ലാസ്സിനെ കണ്ടാൽ മതി. സ്വാഭാവികമായിട്ട് എല്ലാവരും പാസ്സാവും. ഇനി തോറ്റുപോയാൽ അതിൻ്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അവർക്ക് ഇനി അവസരങ്ങളില്ലേ? തോറ്റുപോയാൽ വിജയിക്കാൻ ഇനിയും അവസരങ്ങളില്ലേ? പരാജയം എന്നുള്ളത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നല്ലേ? അപ്പൊ അവർക്ക് ഇനിയും അവസരം നൽകി. അതിന്റെ പേരിലൊന്നും കുട്ടികളെ ആക്ഷേപിക്കരുത്. A+ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും ആക്ഷേപിക്കരുത്. കുട്ടികൾ വിജയിച്ചാൽ മതി. വെറുതെ അനാവശ്യമായി അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ, സ്ട്രെസ്, ഇതുപോലെയുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. ഇൻഷാ അല്ലാഹു പരീക്ഷയിലുള്ള ആളുകൾക്കും വിജയം ഉണ്ടായില്ലേ? ഇനിയും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വലാ യതമന്നയന്ന അഹദകുമുൽ മൗത്ത്, വലാ യതമന്നയന്ന അഹദുകും, നിങ്ങളിൽപ്പെട്ട ഒരാളും മരണത്തെ കൊതിക്കരുത്, മരിക്കാൻ ആഗ്രഹിക്കരുത്. പ്രയാസമുണ്ടായാൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ കൊതിക്കരുത്. ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ, ആ രീതിയിലുള്ള മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമ്മാ മുഹ്സിനൻ, ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും, ഒന്നുകിൽ നിങ്ങൾ തെമ്മാടികളായിരിക്കും. നല്ലവരായാലും മരണത്തെ കൊതിക്കരുത്, തെമ്മാടികളായാലും മരണത്തെ കൊതിക്കരുത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു അൻ യസ്ദാദ ഖൈറാ, നല്ല ഒരാളാണെങ്കിൽ അയാൾക്ക് ഇനിയും നന്മ ചെയ്യാൻ അവസരമുണ്ടാവൂലേ? നല്ല ഒരാളാണ്, അയാൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. അയാൾക്ക് ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചാൽ 83 വർഷത്തെ അമലുകൾ വെറുതെ കിട്ടുകയാണല്ലോ, അല്ലെ? ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ 83 വർഷം അമൽ ചെയ്തതിന്റെ പ്രത്യേകതയല്ലേ? 25 വയസ്സായ ഒരാൾക്ക് ഒരു റമദാൻ കിട്ടുമ്പോ 25 + 83 ആയുസ് കൂടി അയാൾക്ക്. മനസ്സിലാകുന്നുണ്ടോ? 83 ആയുസ് കൂടി. അങ്ങനെ ഒരു 10 റമദാൻ കിട്ടിയാൽ 830 ആയുസ് കൂടി. 10 റമദാൻ ഒരാൾക്ക് സ്വീകാര്യമായ റമദാൻ ലഭിച്ചാൽ, ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 830 വയസ്സായ ആൾക്ക്. 20 റമദാൻ കിട്ടിയാൽ 1600 ആയി.
ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ. 60 വയസ്സുവരെ 70 വയസ്സുവരെ സ്വീകാര്യമായ റമദാൻ ലഭിക്കുന്ന ആളുകൾക്ക് 500 ആയിരക്കണക്കിന് വയസ്സിന്റെ അമലയാളുടെ കയ്യിലുണ്ട്. അപ്പൊ നല്ല ഒരാളാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണേ, ഞാനൊന്ന് മരിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കരുത്. കാരണം അയാളിൽ ഒരുപാട് നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഒരുപാട് കാലം ജീവിക്കുകയും വഹസുന അമലുഹു, ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. സാദ ഉംറുഹു, ഒരാളുടെ വയസ്സ് വർദ്ധിക്കുകയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ആ കാലം അത്രയും നന്മ ചെയ്ത് ജീവിച്ചാൽ ആയുസ് വർദ്ധിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ലവൻ. 100-120 വയസ്സ് വരെ ജീവിക്കാൻ ഒരാൾക്ക് ചാൻസ് ഉണ്ടായി. ആ കാലം അത്രയും അയാൾ നന്മ ചെയ്താൽ അയാളാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ലവൻ. അതുകൊണ്ട് നല്ലവരായ ആളുകൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. ഇനി ഒരാൾ തമ്മാടിയാണെങ്കിലോ അയാളും മരണത്തെ കൊതിക്കാൻ പാടില്ല. കാരണം എപ്പോഴെങ്കിലും അയാൾ നന്നായാലോ, അയാൾക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടായാലോ, എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ തോന്നിവാസികളും തമ്മാടികളും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആർക്കാണ് അറിയാത്തത്? ഒക്കാദ ചന്തയുടെ ഒരു ക്രൂരനായ ആളുകൾ തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ പേടിക്കാറുണ്ടായിരുന്നു. അത്രയും വലിയൊരു തമ്മാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പ്രഗത്ഭനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫയായി മാറിയത് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ ലോക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഅദോ ഒരായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവമോ ഇതൊക്കെ വെച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. പെട്ടെന്നൊരു വാല് കേട്ട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. നിരന്തരമായി കള്ളു കുടിച്ചിരുന്നവർ, നിരന്തരമായി വ്യഭിചരിച്ചിരുന്നവർ, തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്നവർ എപ്പോഴോ ഫേസ്ബുക്കിലൂടെ ഒരു വാല് കേട്ടു. ആ ഒരു വാല് കാരണത്താൽ എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ പ്രതീകമായി മാറുന്നവരുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തെമ്മാടികളായാൽ അവരും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നല്ല സമയം അവർക്ക് വന്നാൽ അവർ നന്നാവാൻ അവസരമുണ്ടല്ലോ, അവരിനിയും നന്നാവാൻ സാധ്യതയുള്ളത് കൊണ്ട് മരണത്തെ കൊതിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, അല്ലാഹുവിന്റെ കാരുണ്യം 100 തട്ടുകളാണ്, 100 ഭാഗങ്ങളാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗങ്ങളാക്കി. എന്നിട്ടോ ഫഅംസക ഇൻദഹു 99 ജുസ്അൻ, 99% അല്ലാഹു അവിടെ തന്നെ ബാക്കി വെച്ചു. ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹു 100% അതിൽ 99% അള്ളാഹു അവിടെ തന്നെ ബാക്കി വെച്ചു. ആകെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത് 1% കാരുണ്യമാണ്, 1% റഹ്മത്താണ്, 1% കാരുണ്യമാണ് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ 1% നിന്നാണ് മരണവേദന സഹിച്ചുകൊണ്ട്, മരണത്തിന് തുല്യമായ അസഹനീയമായ വേദന സഹിക്കുമ്പോഴും
ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് പറഞ്ഞ് കാലിട്ടടിക്കാതെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഉമ്മമാർ, അത് മൃഗങ്ങളായാലും ശരി മനുഷ്യരായാലും ശരി, മരണസമാനമായ വേദനയാണ് പ്രസവ സമയത്ത് ഏതൊരു ഉമ്മയും അനുഭവിക്കുന്നത്. ആ സമയത്ത് വേദന സഹിക്കുമ്പോൾ സ്വാഭാവികമായി കാലിട്ടടിച്ച് തന്റെ വേദനകളെ മറക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൈയും കാലും പിടിച്ചു വെച്ച് തന്റെ കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് ഒരു മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അല്ലാഹു ദുനിയാവിലേക്ക് അയച്ച ഒരു കാരുണ്യത്തിന്റെ അംശമാണത്. കാട്ടിലെ വൈൽഡ് അനിമൽ എന്ന് നമ്മൾ വിളിക്കാറുള്ള, മറ്റുള്ള മൃഗങ്ങളെ കടന്നാക്രമിക്കാറുള്ള സിംഹങ്ങളും കടുവകളുമൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു മാൻപേടകളെ കാണുമ്പോ അതിനെ ആക്രമിക്കാതെ അതിനെ താലോലിച്ച് വളർത്തുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത്. തന്റെ ഇരയാണ് സ്നേഹത്തോടെ താലോലിച്ച് വളർത്തുന്നത്, അത് ചെറിയൊരു കുഞ്ഞായതിന്റെ പേരിൽ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ കാരുണ്യമാണത്. കഴിഞ്ഞ വർഷം വലിയൊരു പ്രളയമുണ്ടായപ്പോൾ കേരളം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട എല്ലാ വസ്തുക്കളും വലിയ കണ്ടെയ്നറുകളിലായി, വലിയ വാഹനങ്ങളിലായി പ്രളയബാധിത മേഖലകളിലേക്ക് പറഞ്ഞയച്ചത്. എത്രയോ ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ചെയ്തത്, എത്രയോ ആളുകൾ ജീവിതം പോലും പണയം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച കാരുണ്യത്തിൽ നിന്നാണ്. എന്നാൽ ഭൂമിയിലേക്ക് അയച്ചത് 1%, 99% അവിടെ ബാക്കിയാണ്. അപ്പൊ 99% അവിടെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിച്ചുകൂടെ? 1% ഇവിടെ ഉള്ളൂ. ഇത്രയൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയാലും, പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയാലും അതിന്റെ പേരിൽ ശിക്ഷിക്കാതെ വീണ്ടും വീണ്ടും അല്ലാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത്. സ്വാഭാവികമായി നമ്മളാണെങ്കിലോ, നമ്മളോട് മോശമായി നമ്മുടെ മക്കൾ പെരുമാറിയാൽ, നമ്മുടെ സ്റ്റാഫ് പെരുമാറിയാൽ, നമ്മുടെ ജോലിക്കാർ പെരുമാറിയാൽ, നമ്മുടെ സുഹൃത്തുക്കൾ പെരുമാറിയാൽ, പിന്നെ അവരെ നമ്മൾ തിരിഞ്ഞു നോക്കുകയോ അവരെ നമ്മൾ സഹായിക്കുകയോ ചെയ്യാറില്ല. ഉണ്ടോ? നമ്മൾക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞ പിന്നെ നമ്മൾ അവരെ സഹായിക്കുക. സ്വന്തം മക്കളാണെങ്കിൽ വരെ 1, 2, 3 തവണയൊക്കെ അവർക്ക് എക്സ്ക്യൂസ് നൽകും, ഇളവ് നൽകും, പിന്നെ നമ്മൾ അവരെ വെറുതെ വിടൂല. എന്നാൽ അല്ലാഹു തആല ഇത്രയെല്ലാം തമ്മാടിത്തങ്ങൾ ചെയ്താലും തോന്നിവാസങ്ങൾ ചെയ്താലും വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 99% അവിടെ ബാക്കിയുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി വേണം നാളെ അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്ന് നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലാൻ. അല്ലാഹു നമ്മൾക്ക് ഹിസാബില്ലാത്ത, അദാബില്ലാത്ത സ്വർഗ്ഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവം, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലൈനി കാനാ ഫീ ബനീ ഇസ്രായീല മുതഹാബീൻ. ബനൂ ഇസ്രായേലിൽ രണ്ട് സഹോദരന്മാർ, 2 ചെറുപ്പക്കാര്, സ്നേഹിതന്മാരായ 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ബനൂ ഇസ്രായേലിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, 2 ചങ്ങാതിമാരുണ്ടായിരുന്നു. പരസ്പരം നല്ല സ്നേഹിക്കുന്നവരായിരുന്നു അവർ. അതിലൊരാൾ നല്ലൊരു ആബിദായ സൂഫി വര്യനായ ഒരു മനുഷ്യനാണ് ഒരാൾ. എന്നാൽ മറ്റേ ചങ്ങാതിയോ ഒരു ചെമ്മാടിയാണ്, തോന്നിവാസിയാണ് അയാൾ. മറ്റേ ചങ്ങാതി തോന്നിവാസിയാണ്. രണ്ടാളും സുഹൃത്തുക്കളാണ്. ഒരാള് നല്ല സൂഫി വര്യൻ ആബിദാണ്, ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ജീവിക്കുന്ന ഒരാൾ. എന്നാൽ തന്റെ സുഹൃത്തിന്റെ അവസ്ഥയോ, അയാൾ കള്ളും കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല. ഈ രീതിയിലൊരു തെമ്മാടിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ. എന്നാ ഈ സൂഫി തന്റെ ചങ്ങാതിയോട് ഇടക്കിടക്ക് പറയും, അഖ്സിർ അമ്മാ അൻത ഫീ, മോനെ ഇതൊക്കെ നിർത്തു, മോനെ ഇതൊക്കെ നിർത്ത്, എന്തിനാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത്, നന്നായിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സുഹൃത്ത് പറയും, ഖല്ലിനി വറബ്ബി, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്, ഇത് നീ നോക്കണ്ട, ഇത് നിന്റെ കാര്യമല്ല, എന്നെയും എന്റെ റബ്ബിനെയും വെറുതെ വിട്ടേക്ക്. ഖല്ലിനി വറബ്ബി, നീ നിന്റെ കാര്യം ചെയ്താൽ മതി, എന്റെ ഖബറിലേക്ക് നീ വരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടോ അവിടെ?
അല്ലെ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ ഖബറിലേക്ക് നീ വരുന്നില്ലല്ലോ, നിന്റെ ഖബറിലേക്ക് ഞാനും വരുന്നില്ല, അതുകൊണ്ട് യുവർ ഓൺ ബിസിനസ്, നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാലും ഈ സൂഫിയായ സുഹൃത്ത് നിർത്തിയില്ല. എന്ത് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും എടോ നിർത്തടോ നിർത്തടോ എന്നിങ്ങനെ പറയും. തെറ്റൊഴിവാക്കിക്കൂടെ എന്ന് പറയും. ഇയാൾ വീണ്ടും പറയും ഖല്ലിനി റബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും വിട്ടേക്ക് എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം സുഹൃത്തിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു വലിയൊരു അപാകത വന്നുപോയി. ഈ തെമ്മാടിയായ സുഹൃത്ത് വീണ്ടും വലിയൊരു പാപം ചെയ്തു, വീണ്ടും ഒരു തോന്നിവാസം ചെയ്തു. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്തായ ഈ സൂഫി വര്യന് അത് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും പറഞ്ഞു അഖ്സിർ, എടോ നിർത്തിക്കൂടെ. അയാൾ പറഞ്ഞു ഖല്ലിനി വറബ്ബി അബുഇത്ത അലൈനാ റഖീബ, എന്റെ കാര്യം നോക്കാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നെ നിരീക്ഷിക്കാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ചൂടായി. അപ്പൊ സൂഫി വര്യൻ ഒരു വാക്ക് പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക അബദാ, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല, അല്ലാഹു നിനക്കൊരിക്കലും മാപ്പ് നൽകൂല, നിന്നെ ഒരിക്കലും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നൊക്കെ നമ്മൾ പറയില്ലേ. നീ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂലോ എന്നൊക്കെ പറയില്ലേ. നിനക്കൊരിക്കലും അല്ലാഹു മാപ്പ് തരൂല എന്നൊക്കെ പറയില്ല. അങ്ങനെയൊന്നും പറയരുത്. നമ്മള് എങ്ങനെയാ പറയാ അല്ലാഹു മാപ്പ് തരൂല എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക? അല്ലാഹു സ്വർഗം കൊടുക്കൂല എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുക? ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോകരുത്. ഇദ്ദേഹം പറഞ്ഞു വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക അബദാ, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറഞ്ഞു. ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്നത അബദാ, അല്ലാഹു നിന്നെ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നും പറഞ്ഞു. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഫബഅസല്ലാഹു ഇലൈഹിമാ മലക്കൻ, അല്ലാഹു തആല രണ്ട് പേരിലേക്കും റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീലിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. രണ്ടുപേരുടെയും റൂഹ് പിടിച്ചു, രണ്ടുപേരും മരണപ്പെട്ടു പോയി. ഫജ്തമഅ ഇൻദഹ്, രണ്ടുപേരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ചമ്മാടിയായ തെറ്റുകാരനോട് അല്ലാഹു പറഞ്ഞു, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, നീ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ, എന്റെ കാരുണ്യം കൊണ്ട്, എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് ചമ്മാടിയോട് അല്ലാഹു പറഞ്ഞു, ചോദ്യം പോലും ഇല്ലാതെ. എന്നാൽ സൂഫിയായ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു, അതസ്തതിഉ, നിനക്ക് കഴിയുമോടാ, നിനക്ക് സാധിക്കുമോ? എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ? എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല എന്ന് പറയാൻ നീ ആരാ? പാപം ഞാൻ പുറത്തു തരൂല എന്ന് പറയാൻ നീ ആരാ? നിനക്കാരാണ് സമ്മതം തന്നത്? എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലന്നാർ, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സൂഫി വര്യന് നരകത്തിലും ചമ്മാടി സ്വർഗത്തിലും എത്തിയ കഥ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും നമ്മൾ എന്ത് ചെയ്യണ്ട, സ്വർഗക്കാരനും ആക്കണ്ട, നരകക്കാരനും ആക്കണ്ട. കഴിയുന്നെങ്കിൽ എല്ലാവരും സ്വർഗക്കാരനായിക്കോട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പോയിക്കോട്ടെ, അല്ലെ? അതല്ലേ നല്ലത്. ആരെങ്കിലും നരകത്തിൽ കിടന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും വല്ല നേട്ടമുണ്ടോ? ഞാൻ നരകത്തിൽ കിടന്ന നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേട്ടം ഉണ്ടാകും. എവിടെങ്കിലും വാലിന്റെ സദസ്സിൽ പങ്കെടുത്ത ആളാണ് പഠിച്ചവനെ, അയാളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ ഞാൻ നരകത്തിൽ കടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ നരകത്തിൽ കടന്നതുകൊണ്ട് എനിക്കെന്താ? അതുകൊണ്ട് ആരെയും നരകത്തിൽ കിടക്കാനോ നരകത്തിന്റെ ടിക്കറ്റ് കൊടുക്കാനോ നമ്മൾ നിൽക്കരുത്. അയാൾക്ക് പഠിച്ചവൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല കേട്ടോ. അങ്ങനൊന്നും നമ്മൾ പറയരുത്. അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹുവിന് എന്താ നിങ്ങളെ? നമ്മളൊരു കള്ളു കുടിച്ച പഠിച്ചവനെന്താ? നമ്മളൊരു വ്യഭിചരിച്ച പഠിച്ചവനെന്താ? അള്ളാഹു ഒരൊറ്റൊരു ഡിമാൻഡേ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഞാൻ വിശദീകരിക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാളുടെ ഒരൊറ്റൊരു വാക്കാണ് അയാളെ നശിപ്പിക്കാൻ കാരണം. ഏതാണ് ആ വാക്ക്? അയാൾ ഒരു വാക്ക് പറഞ്ഞു, ലതകല്ലമ ബികലിമത്തിൻ ഔ ബഖത ദുനിയാഹു വആഖിറതഹു, അയാളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമായത്
അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറയുന്ന ആ വാക്കായിരുന്നു. അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞ വാക്കായിരുന്നു. അള്ളാഹു സൂഫി വര്യനെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ കാരണം. അതുകൊണ്ട് തെറ്റു ചെയ്യുന്നവരാളെ തിരുത്തരുത് എന്നല്ല ഞാൻ പറയുന്നത്. തെറ്റു ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. പക്ഷേ എന്നിട്ടും മാറി നിന്നില്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവൂല എന്ന് നമ്മൾ പറയരുത്. നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്നും നമ്മൾ പറയരുത്. നമ്മൾ കഴിവിന്റെ പരമാവധി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾക്കും അല്ലാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ തടയാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തെറ്റു ചെയ്തവനും തെറ്റു ചെയ്യാത്തവനുമൊക്കെ അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നവനാണ്. ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 1% കാരുണ്യമാണ്. ആഖിറത്തിൽ 99 അവിടെ ബാക്കിയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, ലോകർക്കുള്ള കാരുണ്യവാനാണ് നിങ്ങൾ. ആ നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. ശൈഖുൻ കബീർ, വയസ്സനായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. സഖത ഹാജിബാഹു അലാ ഐനൈ, അദ്ദേഹത്തിന്റെ പിരികങ്ങൾ, വയസ്സ് കാരണം പിരികങ്ങളെല്ലാം വലുതായി കണ്ണിലേക്ക് വീണിട്ടുണ്ട്. കണ്ണുപോലും കാണുന്നില്ല. പിരികം പോലും വളർന്ന് കണ്ണിലേക്ക് വീണുപോയൊരു വയസ്സായൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയിൽ ഊന്നി പിടിച്ചാണ് അയാൾ നടക്കുന്നത്. അഥവാ വൃദ്ധനാണ്, നടക്കാൻ പോലും കഴിയാതെ താടി രോമങ്ങളും മുടിയും നരബാധിച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത റജുലൻ, നബിയെ, നിങ്ങളോട് ഒരാളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ കടന്നു വന്നത്. അമിലദ്ദുനൂബ കുല്ലഹാ, ദുനിയാവിലൊരു തെറ്റുപോലും അയാൾ ഒഴിവാക്കിയിട്ടില്ല നബിയെ. ദുനിയാവിലൊരു തെറ്റും അയാൾ ഒഴിവാക്കിയിട്ടില്ല. അഥവാ എല്ലാ ചമ്മാടിത്തരങ്ങളും ചെയ്ത ഒരാൾ, അയാളെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. ലം യത്റുക് ദാജതൻ വലാ ഹാജതൻ ഇല്ലാ അതാഹാ. പെണ്ണ് വേണമെന്ന് തോന്നുമ്പോൾ വ്യഭിചരിക്കും, കള്ള് വേണമെന്ന് തോന്നുമ്പോൾ കുടിക്കും, വെട്ടണമെന്ന് തോന്നുമ്പോൾ യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആക്രമിക്കും. ഈ രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ ഹറാമായ സുഖങ്ങളും ആസ്വദിച്ച ഒരാൾ ഒന്നുപോലും അയാൾ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. അയാളുടെ തെറ്റുകളെ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ ദുനിയാവ് മുഴുവനും മറികടക്കുന്ന രീതിയിലുള്ള പാപങ്ങളാണ് അയാൾ ചെയ്തത്. അയാൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ ദുനിയാവ് മുഴുവനും പരന്നു കിടക്കുന്ന വിശാലമായ തെറ്റുകളാണ് അയാൾ ചെയ്തത്. അയാളുടെ ഒരൊറ്റൊരു തെറ്റു കാരണത്താൽ അള്ളാഹുവിന് വേണമെങ്കിൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം. അദ്ദേഹം പറയാണ് നബി തങ്ങളോട്, അയാൾ ചെയ്ത തെറ്റ്, ഒരു തെറ്റെടുത്താൽ വരെ അള്ളാഹുവിന് ആ ഒരു തെറ്റ് കാരണത്താൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമോ, അയാൾക്ക് തൗബയുണ്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബി തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇദ്ദേഹം ചോദിക്കുന്നത് വേറെ ഒരാളെ കുറിച്ചല്ല, സ്വന്തത്തെ കുറിച്ച് തന്നെ ചോദിക്കാൻ. അദ്ദേഹത്തിന് നാണമുണ്ട് ഞാനാണ് എന്ന് പറയാൻ. അപ്പൊ വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാൻ, അള്ളാഹു ഒരാൾ ഇങ്ങനെ തെറ്റ് ചെയ്താൽ മാപ്പുണ്ടോ? അള്ളാഹു ചോദിച്ചോ, നബി തങ്ങൾ ചോദിച്ചോ അയാളോട്, നീ മുസ്ലിമായോ, നീ മുസ്ലിമായോ എന്ന് ചോദിച്ചു. ഹൽ അസ്ലംത, നീ മുസ്ലിമായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയെ, ഞാൻ മുസ്ലിമാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞയാൾ മുസ്ലിമായി. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, തഫ്അലുൽ ഖൈറാത്ത്, നീ ഇനി മുതൽ നന്മ മാത്രം ചെയ്യുക. തഫ്അലുൽ ഖൈറാത്ത്, ഇനി മുതൽ നീ നന്മ മാത്രം ചെയ്യുക. വതത്റുകുസ് സയ്യിആത്ത്, തിന്മകളെ നീ വർജിക്കുക, തെറ്റുകൾ നീ ചെയ്യരുത്. എങ്കിൽ ഫയജഅലുഹന്നല്ലാഹു കുല്ലഹുന്ന ഖൈറാത്ത്, ഫയജഅലുഹന്നല്ലാഹു ലക കുല്ലഹുന്ന ഖൈറാത്ത്. നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ സകലമാന തമ്മാടിത്തരങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ, തങ്ങൾ പറയാൻ,
നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ നിന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങൾക്കും അല്ലാഹു തആല മാപ്പ് നൽകുമെന്ന് മാത്രമല്ല, ആ പാപങ്ങളെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്. കള്ളു കുടിച്ചതാണ്, പക്ഷെ അയാൾ തൗബ ചെയ്ത് നന്നായതിനു ശേഷം ആ കള്ളു കുടിച്ചതിനും കൂലി, പ്രതിഫലം. വ്യഭിചരിച്ചതാണ്, തൗബ ചെയ്ത് നന്നായതിനു ശേഷം അതിനും പ്രതിഫലം. അതുകൊണ്ട് തൗബയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ പരിശുദ്ധമായ റമദാൻ അല്ലാഹുവിലേക്ക് കരയാൻ സമയം കണ്ടെത്തണം നമ്മൾ. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവർ, അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവർ, അല്ലാഹുവിനെ പേടിച്ച് ഒരു തുള്ളിയെങ്കിലും കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീണാൽ രക്ഷപ്പെടും മുഅ്മിനീങ്ങളെ. ഒരു തുള്ളി കണ്ണുനീര് വീണാൽ മതി. നിങ്ങളുടെ കുപ്പായവും പർദ്ദയൊക്കെ നനയണമെന്നില്ല, ഒരു തുള്ളി കണ്ണുനീര്. മിസ്ല റഅസി ദുബാബ്, ഈച്ചയുടെ തലയുടെ കണക്കെ ഒരു തുള്ളി പടച്ച റബ്ബിനെ പേടിച്ചിട്ട് വീണാൽ, പ്രേമം പൊട്ടിയതിന്റെ പേരിലല്ല, ബിസിനസ് പൊട്ടിയതിന്റെ പേരിലല്ല, പിന്നെയോ അള്ളാഹുവിനെ പേടിച്ചു. ആളുകൾക്കിടയിൽ ഇപ്പൊ വേളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നരകം കബറൊക്കെ പറയുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരും. അതൊന്നുമല്ല, ഒറ്റയ്ക്കിരുന്നിട്ട്, ഒറ്റയ്ക്ക് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഒന്ന് എണീറ്റ് നിന്നിട്ട് ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിക്കാൻ കരച്ചിൽ വരും. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിച്ച്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ചൊക്കെ ആലോചിച്ച്, അതിന് അല്ലാഹു നൽകുന്ന ശിക്ഷ, ഖബറുകളിലെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ, വിശാലമായി നീണ്ടുകിടക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയുടെ ശിക്ഷ, ഇതെല്ലാം ഓർത്ത് നമ്മുടെ ശിക്ഷയും നമ്മുടെ തെറ്റുമൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് മനമുരുകി പടച്ച റബ്ബിനെ ഓർത്ത് കരഞ്ഞാൽ ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവില്ല, ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവില്ല. ഇതിന്റെ പേരിൽ നാളെ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചു വാങ്ങാൻ വരെ നമ്മൾക്ക് അവസരമുണ്ട്. കാരണം ആരാ ഇത് പറഞ്ഞത്? 3 കണ്ണുകൾക്ക് നരകം ഹറാമാണെന്നല്ലേ? അല്ലേ? ഒന്ന് എണീറ്റ് നിട്ടിരുന്നോളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.